ഡോക്ടർ ഫെബിൻ ഇയാൾ ഏത് തരത്തിലുള്ള ക്രിമിനലാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാര്യം ഓർത്ത് നോക്കൂ, ഇയാൾ ഏതെങ്കിലും തരത്തിൽ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കൂ, ഏതെങ്കിലും തരത്തിലുള്ള ഗിൽറ്റിൻ്റെ തരിമ്പ് പോലും ഇല്ല, ഏതെങ്കിലും തരത്തിൽ കൂസലില്ല. ഈ പരിശോധനയ്ക്ക് നിൽക്കുമ്പോൾ പോലും രൂപേഷ് അടക്കം പറയുന്നത് ഒരു പതർച്ചയില്ലാതെ അയാൾ നിൽക്കുകയാണ്. അയാൾ സംസാരിക്കുന്നത് ഇയാൾക്ക് രാവിലെ കൃത്യമായി ചായ വേണം, ഇയാൾക്ക് രാവിലെ കൃത്യമായി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണം, ഉച്ചയ്ക്ക് ചോറ് വേണം, വൈകിട്ട് ചായ പലഹാരം വേണം, രാത്രി ആ ഭക്ഷണം കൃത്യമായിട്ട് വേണം. അതിന് കാരണം ഇയാൾ ഒരു ഷുഗർ പേഷ്യൻ്റാണ്, അങ്ങേയറ്റം വലിയ ഷുഗർ പേഷ്യൻ്റാണ്. രാവിലെ 7 മണിക്ക് ഈ പോലീസുകാർ ആശുപത്രിയിൽ കൊണ്ട് ഇൻസുലിൻ എടുക്കണം, അയാളുടെ കാലിൽ മുറിവുണ്ട്, എല്ലാ ദിവസവും കൊണ്ട് ഡ്രസ്സ് ചെയ്യണം. ഈ കാര്യം മാത്രമേ അയാൾ പറയുന്നുള്ളൂ. അയാൾ ഈ കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കമാന്ന് മിണ്ടുന്നില്ലെന്ന് മാത്രമല്ല പോലീസിനെ കളിയാക്കി ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയുമായിട്ടും അയാളുടെ മനസ്സിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ചാഞ്ചാട്ടം ഉണ്ടാവാത്തത് ഡോക്ടർ ഫെബിൻ? കുറ്റവാളികൾ നമ്മൾ കാണുന്നേക്കാളും അപ്പുറമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറ്റവാളികൾ പലതരത്തിലുള്ള കുറ്റവാളികളുണ്ട്. ഇപ്പോൾ ഒരു തവണ കുറ്റം ചെയ്ത ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ കുറച്ചധികം കാലമായിട്ട് കുറ്റം ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ പല ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ ഈ സംഭവത്തിന് ശേഷം സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആളുടെ വിഷ്വൽസ് ഞാൻ എടുത്തു നോക്കുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ക്രിമിനോളജിസ്റ്റ് എന്ന രീതിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളൊരു വിഷ്വലാണ്. എന്നുകൊണ്ട് ആ മുഖത്തോ ബോഡി ലാംഗ്വേജിലോ ഒരു തരത്തിലുള്ള ഗിൽ ഫീലിങ്ങും ഇല്ല. നമ്മളൊരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കുറ്റവാളി അല്ലാത്തൊരാളുടെ മുഖത്ത്, കുറ്റവാളികളുടെ അല്ലാത്തൊരാളുടെ മുഖത്തൊരു ഭയം ഉണ്ടാവും ഒരു പോലീസ് വരുമ്പോൾ. നല്ലൊരു കുറ്റവാളികളായിക്കോട്ടെ, അല്ലെങ്കിൽ കുറ്റം ചെയ്യുന്ന ആളായിക്കോട്ടെ, ഭയങ്കര ഹാർഡ് കോർ ക്രിമിനൽ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആൾക്കാരിൽ ഒഴിച്ച് ബാക്കി എല്ലാവരിലും ഈ ഒരു പേടിയോ അല്ലെങ്കിൽ ഒരു വറിയെ ചെയ്യുന്നൊരു അവസ്ഥയോ എത്ര വലിയ കുറ്റവാളികൾ ഉണ്ടാവും. പക്ഷേ ഈ സെബാസ്റ്റ്യൻ്റെ മുഖത്ത് കാണാൻ പറ്റാത്തൊരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഗിൽ ഫീലിംഗ് ഇല്ല. അയാൾ ചുറ്റും നടക്കുന്ന കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പോലീസിൻ്റെ പ്രസൻസിനെ കുറിച്ചോ, പോലീസിൻ്റെ പ്രസൻസിൽ തന്നെ നോർമലായിട്ട് ആക്ട് ചെയ്യുന്ന പറ്റുന്ന ഒരു തരത്തിലുള്ള ക്രിമിനലാണ്, അല്ലെങ്കിൽ ക്രിമിനലായി മാറും. അല്ലെങ്കിൽ ഇത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ ഏറ്റവും ഡെഡ്ലി ആയിട്ട് ഈ പ്രതിനെ കാണാൻ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെ അത് തന്നെയാണ്. അതായത് ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിനേക്കാൾ കൂടുതൽ ഒരു തരത്തിലുള്ള പേടിയില്ലാത്തത്, എന്നാൽ താനിലോട്ട് ഒരിക്കലും എത്താൻ പോലീസിന് പറ്റിയെന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസും കൂടി അയാളുടെ മുഖത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സംശയിക്കുന്ന അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന്. അതായത് വേറെ തെളിവുകളൊന്നും വേണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്, സംശയിക്കാൻ വേണ്ടി. അതായത് അത്രയധികം എവിഡൻ്റ് ആണ് അയാളുടെ മുഖത്ത്. അതായത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരാൾ. നമ്മൾ പലപ്പോഴും ഹാർഡ് കോർ ക്രിമിനൽസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കാണാറുണ്ട്. അവർക്ക് പല രീതിയിലാണ് കുറ്റവാളികൾ ആകാനുള്ള കാരണങ്ങൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ ചില ആളുകളിൽ മുഖത്ത് അതായത് കുറ്റം ചെയ്യുന്ന സമയത്ത് വിക്ടിമിൻ്റെ ചിലപ്പോൾ ഉണ്ടാകുന്ന ആ ഭയം, അത് ത്രസിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് ഒരാളെ കൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ആ കരച്ചിലായിരിക്കും ചിലപ്പം ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആകുക. ചില ആൾക്കാർക്ക് പൈസയായിരിക്കും. പക്ഷെ പല രീതിയിൽ കുറ്റവാളികൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എത്രയൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ ഒരു മുഖമുള്ള കുറ്റവാളികൾ വളരെ റെയറാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കുറ്റവാളികൾ എന്നുള്ളൊരു ഇങ്ങനെ മുഖമുള്ള മനുഷ്യന്മാർ റെയറായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റും. സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആളുടെ മുഖത്ത് ഞാൻ കാണുന്ന ഒരു കോൺഫിഡൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്തായാലും അത്രയധികം കോൺഫിഡൻസിൽ പോലീസിന് ഏതെങ്കിലും തരത്തിൽ ക്രാക്ക് ചെയ്യാൻ കഴിയാത്ത പിടിതരാത്ത ദുരൂഹ വ്യക്തിത്വം അയാൾ ഇപ്പോഴും തുടരുകയുമാണ്.